വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കിച്ചൂസ് കുറുമ്പി. അപ്പം ഇന്ന് മോർണിംഗ് വ്ളോഗൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നമ്മൾ ശിവരാത്രിൻ്റെ അന്ന് രാവിലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് വൈകി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഞാൻ തലേ ദിവസം കുറച്ച് പൊറോട്ട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കുറച്ചല്ല 3 പൊറോട്ട വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിയിരുന്നു വൈകുന്നേരം കേട്ടോ. അപ്പോൾ അത് രണ്ടും പൊറോട്ട ആരും കഴിച്ചിട്ടില്ല. അപ്പോൾ രാവിലെ എടുക്കാമ്മ എന്ന് പറഞ്ഞു. പിന്നെ ചപ്പാത്തിനെയും കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ എന്തായി കടികളൊന്നും അങ്ങനെ വേറെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ പൊറോട്ടയൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. അതേപോലെ തന്നെ ചപ്പാത്തിയും ചൂടാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുന്ന കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവർക്കും, ലൈക്ക് ചെയ്ത എല്ലാവർക്കും, കമൻ്റ് അറിയിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. പിന്നെ വീഡിയോസൊന്നും ഡെയിലി അപ്ലോഡ് ചെയ്യാൻ പറ്റണില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വർക്കിന് പോണതുകൊണ്ട് തന്നെ എല്ലാവർക്കും അറിയാലോ ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ. നമ്മൾ എന്തെങ്കിലും ജോലിക്ക് പോവുകയാണെങ്കിൽ തിരക്ക് തന്നെ ആയിരിക്കുമല്ലോ അല്ലേ. വന്നിട്ട് വീട്ടിലെ പണികളും എല്ലാം കൂടി ആകുമ്പോൾ അങ്ങനെ വീഡിയോ അങ്ങനെ കറക്റ്റ് ഒരു സമയത്ത് നമുക്ക് ഇടാനൊന്നും പറ്റണില്ല കേട്ടോ. പിന്നെ ഇതിപ്പോൾ നമ്മൾ അപ്പോൾ രാവിലെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരുന്നു. പിന്നെ ചായയുടെയൊക്കെ കഴിഞ്ഞു. പിന്നെ അടുത്തെന്ന് പറയണത് ചോറ് ഞാൻ കുറച്ച് അരി ഇട്ടിട്ടുള്ളൂ. നമുക്ക് വൈകുന്നേരത്തേക്ക് ചോറ് വേണ്ട, ഞങ്ങൾ അമ്മേൻ്റെ വീട്ടിൽ പോവുകയാണ്. ഉച്ചക്കത്തേക്ക് ഞങ്ങൾ കുറച്ച് ചോറ് വെച്ചു. പിന്നെ അവിയൽ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അവിയൽ ഉണ്ടാക്കി വെച്ചാൽ ബാലൻസ് ആയാലും കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ചോറൊക്കെ കൊണ്ടിട്ടാണ് ഞങ്ങൾ പോണത്. കിച്ചുമോൾക്ക് അവിടെ അമ്പലത്തിൽ പ്രോഗ്രാം ഉണ്ട് കേട്ടോ, ശിവരാത്രി ആയതുകൊണ്ട്. പിന്നെ പിറ്റേ ദിവസം രാവിലെ വർക്കിന് പോകാനാകുമ്പോഴത്തേക്ക് ഇവിടെ എത്തുകയും വേണം. അപ്പോൾ അവിയൽ പിന്നെ ഉണ്ടാക്കി വെച്ചാലും കേടൊന്നാവില്ലല്ലോ. പിന്നെ രാവിലെ വന്നിട്ട് അതേപോലെ തന്നെ ചോറൊക്കെ ഉണ്ടാക്കിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ അലക്കാൻ പോയിട്ടില്ല, ഇനി അലക്കാൻ പോകാനുണ്ട്. പിന്നെ വേറെ എന്താ, പിന്നെ കുറച്ച് പപ്പടം ഇരിക്കുന്നുണ്ട്. അപ്പോൾ പപ്പടവും കൂടെ കാച്ചി വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം മീനും അങ്ങനെയുള്ളതൊന്നും വാങ്ങിക്കണില്ല, ശിവരാത്രി ആയതുകൊണ്ട്. നോമ്പ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പക്ഷെ ഇന്നത്തെ ദിവസം മീനൊന്നും വാങ്ങിക്കണില്ല വിചാരിച്ചു. പിന്നെ ഇതാ അലക്കാൻ ഒരുപാടുണ്ട് കേട്ടോ. അതൊക്കെ പുറത്തേക്ക് എടുത്ത് വെച്ചതാണ്. പിന്നെ ഒരു അടിച്ചു വാരലും തുടയ്ക്കലും അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇനി ഉച്ചയാകുമ്പോൾ എന്തായാലും എന്താ പറയുക, ഒരു നമ്മളിറങ്ങണ ആ ഒരു സ്ഥലത്ത് പുഴയിൽ ഇറങ്ങാൻ പറ്റൂല കേട്ടോ. ഒരു 10-11 മണിയൊക്കെ ഭയങ്കര വെയിലായിരിക്കും. അപ്പോൾ ആ പുഴേൻ്റെ അപ്പുറത്തെ സൈഡ് ഉണ്ടല്ലോ മരങ്ങളൊക്കെ ഉള്ള ആ ഭാഗത്ത് നിൽക്കുകയാണെങ്കിൽ കുറച്ചൊരു വെയിൽ കുറവുണ്ടാവും കേട്ടോ. അപ്പോൾ ഏതായാലും അടുക്കളയിൽ പണികളൊക്കെ കഴിഞ്ഞിട്ട് പോകണം. അപ്പോൾ അവിയലൊക്കെ അതാ റെഡി ആയിട്ടുണ്ട്. കുറച്ച് പച്ചക്കറികളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഒരുപാട് ചേന അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. മുരിങ്ങാക്കായ ഉണ്ടായിരുന്നു, ക്യാരറ്റ്, വെള്ളരിക്ക അതൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഒരു അവിയലുണ്ടാക്കി. അപ്പോൾ അടുക്കളയിലെ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ അലക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡും കഴിച്ചിട്ട് വേണം, പിന്നെ ഒന്ന് വെയിലൊക്കെ തണുത്തതിന് ശേഷം വേണം അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പുഴയിൽ വെള്ളമൊക്കെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ വെള്ളം. ഇവിടെ കണ്ടോ നല്ലൊരു കൂളിംഗ് ആണ് കേട്ടോ ഇവിടെ. ഇവിടെ ഇരിക്കല്ലേ കുറച്ച് നേരം. നല്ല ഒരാളെ കല്ല ഇപ്പൊ എന്താ ഇവിടെ നടക്കുമ്പോൾ പ്രശ്നം അതൊന്നല്ല ഇതാണ്. അപ്പോൾ കിച്ചുമോളും അപ്പുറത്തെ വീട്ടിലെ കുട്ടികളൊക്കെ എൻ്റെ കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. അവർ കുളിക്കാൻ വന്നതല്ല കേട്ടോ, മീനിനെ പിടിക്കാൻ വേണ്ടി വന്നതാണ്. എന്നിട്ട് മീനിനെ പിടിച്ചിട്ട് ഞാൻ അലക്കി തീരുന്നവരെ മീനിനെ പിടിച്ചിരിക്കാണ്ട് വീണ്ടും പുഴയ്ക്കേണ്ട എടുത്തിടുക. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാനൊന്നും വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. വീട്ടിൽ ചെന്ന് തോരടലും പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കലും ഒക്കെ കഴിഞ്ഞ് പിന്നെ ഒരു കുറച്ച് നേരമൊക്കെ അങ്ങനെ ഇരുന്ന് വെയിലൊക്കെ ഒന്ന് തണുക്കട്ടെ വിചാരിച്ചൊരു 3:30 ആയപ്പോഴാണ് പിന്നെ ഞങ്ങൾ അമ്മേൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ പോകുമ്പോൾ ഉള്ള വീഡിയോ കിച്ചുമോൾ എടുത്തതാണ് കേട്ടത്. ഞാൻ ഒരുങ്ങി ഇറങ്ങിയപ്പോൾ ഒന്നും എടുത്തിട്ടില്ല. കാരണം എന്താ പറയുക, നമ്മൾ പൂക്കോട്ടുംപാടം മുതൽ ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കാളികാവ് വരെ ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. നല്ല സമയമെടുക്കും എത്താൻ. കാരണം സ്പീഡിൽ പോകാനും പറ്റില്ല. ആകെ പിന്നെ റോഡെല്ലാം വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. പിന്നെ ആകെ കുണ്ടും കുഴിയും എന്താ പറയുക, മാസ്ക് ഇല്ലാണ്ടും പോകാൻ പറ്റില്ല. അങ്ങനെ
ഞങ്ങൾ 3 ആൾ മാസ്ക് ഒക്കെ വെച്ചിട്ടാണ് പോകുന്നത്. പിന്നെ നമ്മൾ കാളിയാവ് കഴിഞ്ഞാൽ പിന്നെ എത്ര പെട്ടെന്ന് ഒരു 20 മിനിറ്റൊക്കെ മതി പിന്നെ നമുക്ക് ആ അമ്മേൻ്റെ വീട്ടിലേക്ക് എത്താൻ കേട്ടോ. അത്രയും ഫാസ്റ്റ് നല്ല റോഡാണ്. അങ്ങനെ അമ്മേൻ്റെ വീട്ടിലേക്ക് എത്തി. പിന്നെ അമ്മമ്മയായിട്ടൊക്കെ വർത്താനം പറഞ്ഞ് അങ്ങനെ ഇരിക്കാൻ കേട്ടോ. പിന്നെ ഇവിടെ വന്ന ആകെ ഒരു ഒച്ചയും വിളിയൊക്കെ തന്നെയാണ് കേട്ടോ. ആകെ എല്ലാവരും ബഹളമാണ്. അപ്പം അമ്മായി വെള്ളമൊക്കെ കലക്കി തന്ന് വെള്ളം കുടിച്ചു. അമ്പാടി ഞങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഓരോ സാധനങ്ങളൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടും വലിച്ചിടലൊക്കെ കൂടിയാവും കേട്ടോ. അത് കഴിഞ്ഞ് അവിടെ കുറച്ച് നേരം ഇരുന്ന് പിന്നെ അമ്മായി ചായ ഉണ്ടാക്കാൻ വന്നപ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്തു, ചെറിയ മാമേൻ്റെ വീട്ടിലേക്ക് ഇപ്പോൾ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവിടേക്കൊന്ന് വന്നു കേട്ടോ. അപ്പോൾ മക്കൾ അവിടെ നിന്ന് ചിക്കു അല്ല കേട്ടോ, മുട്ടപ്പഴം. ഞാൻ മാറിപ്പോയി. മുട്ടപ്പഴം അത് വെറും പച്ചയാണ് കേട്ടോ. അപ്പോൾ അത് പറിക്കുന്നുണ്ട്. 2 എണ്ണം പഴുപ്പിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് പറിച്ചെടുക്കുകയാണേ. പിന്നെ അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്നു. അമ്മായി ചായയൊക്കെ ഉണ്ടാക്കി തന്നു. അവിടെ നിന്ന് ചായ കുടിച്ചിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ നിന്നിട്ട് പിന്നെ തറവാട്ടിലേക്ക് തന്നെ പോവുകയാണ് ചെയ്യണത്. അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി അപ്പോൾ അമ്മായി ഇങ്ങനെ മാറി നിൽക്കുന്നുണ്ട്. അമ്മായിനെ വീഡിയോയിൽ പെടുത്തുമെന്ന് വിചാരിച്ചിട്ട് ക്യാമറ ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് ഓടി പോവുകയാണ്. അപ്പോൾ കുറച്ച് നേരം അവിടെ അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അമ്മായി ചായ ഉണ്ടാക്കട്ടെ, ചോറുണ്ടാക്കട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ വെയിലിൻ്റെ ചൂടുകൊണ്ട് അങ്ങനെ ചായക്കൊന്നും അങ്ങനെ ആവശ്യം ഉണ്ടാവില്ലല്ലേ, വെള്ളമായിരിക്കും നല്ലോണം വേണ്ടി വരിക. അപ്പോൾ വെള്ളം ഞാൻ അവിടെ നിന്ന് തറവാട്ടിൽ നിന്ന് കുടിച്ചതാണ്. പിന്നെ അമ്മായി എന്തെങ്കിലും കാപ്പി ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് കാപ്പിയൊക്കെ ഉണ്ടാക്കി അതും കുടിച്ച് പിന്നെ ഞങ്ങൾ തിരിച്ച് അപ്പോൾ തന്നെ വീണ്ടും തറവാട്ടിക്ക് തന്നെ വന്നിട്ടോ. അപ്പോൾ തറവാട്ടിക്ക് എത്തിയപ്പോഴത്തേക്കും ഇവിടെ ഉണ്ട് കൂവല്ലേ, കൂവപ്പൊടി അങ്ങനെ ഇങ്ങനെ എന്താ പറയുക, കുറുക്കിയെടുക്കുമല്ലോ, കൂവ വിരകുക എന്നൊക്കെ പറയും ഞങ്ങൾ വേണ്ടട്ടോ. അപ്പോൾ ആർക്കും അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് അറിയില്ല. അതായത് ഇങ്ങനെ ഒരു എന്തപ്പത്തിന് പറയുക, ശർക്കരയൊക്കെ ഇട്ടിട്ട് പൊടി ഇങ്ങനെ കുറുക്കിയെടുക്കുമല്ലോ അങ്ങനെ. അപ്പോൾ അത് അമ്മമ്മ വിളമ്പി തരികയാണ് കേട്ടോ. കുറേ നാളായിട്ടോ ഈ കൂവ വിരകിയതൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ നല്ലൊരു മണം, ശർക്കരേൻ്റെ ഇതിൻ്റെയൊക്കെ ഒരു മണം. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ കടിക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ചിരകിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ സുന്ദരി മറ്റവർക്കും കൂടെ ഉള്ളത്, കുട്ടികൾക്കും കൂടെ ഉള്ളത് വിളമ്പി വയ്ക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് കഴിക്കേണ്ടത് ഞാനാണ് കേട്ടോ. ആരും കഴിച്ചിട്ടില്ല, ഉണ്ടാക്കി വെച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ കഴിക്കുകയാണ്. വന്ന ഡ്രസ്സൊന്നും മാറ്റിയിട്ടില്ല, കാരണം ഇനി അമ്പലത്തിലൊരു പരിപാടി കാണാനൊക്കെ പോകുമ്പോൾ അവിടെ പൊടിയും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ വേറെ ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷേ അതൊന്നും മാറ്റിയതൊന്നുമില്ല. ഇങ്ങനെ തന്നെ പോകാമെന്ന് വിചാരിച്ചു, കാരണം നമ്മൾ ആ പറമ്പിലൊക്കെയാണല്ലോ ഇരിക്കണത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ മക്കളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അമ്പാടിക്കുള്ള ഡാൻസൊക്കെ കാണിച്ചു തരികയാണ്. അവന് ഡാൻസ് സ്റ്റേജിൽ കളിക്കാനുള്ളത് ഇതാണെന്നൊക്കെ പറഞ്ഞ് കാണിച്ചു തരിക. അമ്മമ്മ പിന്നെ എൻ്റെ പ്ലേറ്റിലേക്ക് കൊണ്ടുവന്ന് ഇട്ടു കേട്ടോ. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു എല്ലാവർക്കും വേണ്ടി മതി. പക്ഷേ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട്. ഇങ്ങനെ തിന്നാൻ നല്ല ടേസ്റ്റ് കേട്ടോ. നമ്മൾ ഈ റാഗിയൊക്കെ ഉണ്ടാക്കണ പോലെ കുട്ടികൾക്ക് റാഗിയൊക്കെ കുറുക്കിയെടുക്കുമല്ലോ, അതേപോലെ തന്നെ കൂവ അങ്ങനെ കുറുക്കിയെടുക്കുക. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് കഴിക്കട്ടെ. ഇനി ഇത് കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഞങ്ങളൊരു 8:30 ആകുമ്പോഴാണ് കേട്ടോ അമ്പലത്തേക്ക് പോണത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ എല്ലാവരും ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ. ചിലർ അമ്പലത്തിൽ നിന്ന് കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ബാക്കിയുള്ളവരൊക്കെ കഴിച്ചു. അങ്ങനെ ഞങ്ങൾ അമ്പലത്തേക്ക് പോവുകയാണ്. വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് നടന്നാൽ മതി കേട്ടോ, അങ്ങനെ ഒരുപാട് നടക്കാനൊന്നുമില്ലേ. അപ്പം എൻ്റെ സുന്ദരി ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ. സുന്ദരി മുടിയൊന്നും കെട്ടിയിട്ടില്ല, മുടി എല്ലാം കൂടെ പിടിച്ച് വാരി കെട്ടിയതാണ് കേട്ടോ. അപ്പം ഡാൻസ് കളിക്കുമ്പോൾ മുടി അയച്ചിടാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ്. ചൂടെടുക്കണം ഉണ്ടമ്മ, മുടി കെട്ടി വയ്ക്കാമെന്നൊക്കെ പറഞ്ഞു. അപ്പം മുടി കെട്ടാനുള്ള ബണ്ണും കാര്യങ്ങളൊന്നും കയ്യിലുണ്ടായിരുന്നില്ല, അത് സത്യത്തിൽ മറന്നിട്ടുണ്ട്. അങ്ങനെ ചെറിയൊരു ക്രാബ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, ചുറ്റിയിട്ട് ഇങ്ങനെ കെട്ടാൻ വേണ്ടിയിട്ട്. നല്ല ചൂടും. അപ്പോൾ ആളുകളൊക്കെ വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. വന്ന് കസാരയൊന്നും നിറഞ്ഞിട്ടില്ല, പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും എല്ലാം നിറഞ്ഞോളും. ഞങ്ങൾ കസാര ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ഇവിടെ 2 ദിവസത്തെ പരിപാടിയായിരുന്നു. അപ്പോൾ തലേ ദിവസം അമ്മായി വരേണ്ടത് നല്ല ആളുകളുണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ പോയിട്ടില്ലെങ്കിൽ കസാരയൊന്നും കിട്ടൂല എന്നുള്ളത്. അപ്പോൾ അതിനിടയിൽ തത്തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ അവിടെ നോക്കി മുത്തശ്ശിയും വേറൊരു മുത്തശ്ശിയും നമ്മൾ നല്ല വർത്താനാണ് പറഞ്ഞ് കാണിച്ചു തന്നിട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാണ്ട് ഇവരെന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. ഫ്രണ്ട്സാണ് കേട്ടോ അവർ. അപ്പോൾ എന്തൊക്കെയാണ് പറയണതെന്നൊന്നും കേൾക്കണില്ല. അപ്പോൾ ഞാനിങ്ങനെ തത്തേൻ്റെ തലയോടത്തിനോട് തത്തായ തലയൊന്ന് മാറ്റിയാണെന്ന് വീഡിയോ എടുക്കട്ടെ ആയിരുന്നു. അപ്പോൾ നല്ല രസം, ഞങ്ങളെല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കുകയെന്ന് കേട്ടോ. സംസാരം പറയണത് എന്താണെന്ന് കേൾക്കണില്ല, ഭയങ്കര കാര്യമായിട്ട് എന്തോ ചർച്ചയിലാണ് രണ്ടാളും. ഞാൻ ആദ്യം ഓൺ വോയിസ് ഇടാൻ വിചാരിച്ചിരുന്നു കേട്ടോ. അപ്പോഴാണ് ഈ മ്യൂസിക്കിൻ്റെ കാര്യം, കാരണം അമ്പലത്തിലായതുകൊണ്ട് പാട്ടുണ്ടല്ലോ. അപ്പോൾ എന്തായാലും ആ കോപ്പി റേറ്റ് വരും, പിന്നെ ഭയങ്കര കൂടെ ഒരു ബഹളം. അപ്പോൾ എന്തായാലും ഓൺ വോയിസ് പറ്റില്ല വിചാരിച്ചിട്ട് പിന്നെ അത് ഞാൻ ഡിലീറ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അമ്പാടിക്കൊരു സിംഗിൾ ഡാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡ്രസ്സും ഫാൻ്റൊക്കെ റെഡിയായി നിൽക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റേജിൽ കയറുന്ന സമയമായപ്പോൾ പറയുന്നുണ്ട് കയറൂല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഗ്രൂപ്പായിട്ട് അംഗനവാടിയിലെ കുട്ടികളെല്ലാവരും കൂടെ കയറുമ്പോൾ കയറിയ ഡാൻസും കളിക്കുന്നുണ്ട്. അപ്പോൾ സിംഗിളായിട്ടുള്ളത് ഒറ്റയ്ക്കുള്ളത് കളിക്കൂല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട്.
അപ്പോൾ അങ്ങനെ ഫസ്റ്റത്തെ രംഗപൂജയോട് കൂടി തന്നെ നമ്മുടെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പരിപാടി തുടങ്ങിയപ്പോഴത്തേക്കും 10 മണി ആയിട്ടുണ്ട് കേട്ടോ. അത്രയും സമയം എടുത്തിട്ടുണ്ട് പരിപാടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ. ശരിക്കും ഒരു 8 മണി അല്ലെങ്കിൽ 7 മണിക്കൊക്കെ തുടങ്ങുകയാണെങ്കിലും വേഗം പരിപാടികൾ കഴിഞ്ഞിരുന്നു. പിന്നെ ശിവരാത്രി എന്ന് പറയുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് നേരം വിളിക്കുന്നവരെ പരിപാടികൾ തന്നെയാണല്ലോ അല്ലേ, ഉറക്കൊഴിച്ചിരിക്കുക എന്നുള്ളത് തന്നെയാണല്ലോ. അപ്പോൾ കുഞ്ഞു മക്കളുടെ പരിപാടികളുണ്ടായിരുന്നിട്ട് ചെറിയ കുട്ടികളുടെ പരിപാടികളുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അത് കണ്ടിരിക്കാൻ രസമാണല്ലോ. ഇവർ പാട്ടിനനുസരിച്ച് അല്ലെങ്കിലും കളിക്കണതും അവരെ കളി കാണാൻ നല്ല രസമാണ്. പിന്നെ അത് കഴിഞ്ഞ് അമ്പാടിയും കണ്ണൻ്റെയൊക്കെ ഡാൻസ് ആയിരുന്നു കേട്ടോ. അവർ അംഗൻവാടിയിൽ വേറെ 3 കുട്ടികളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ആകുമ്പോൾ ഭയങ്കര ആട്ടവും ചാട്ടമൊക്കെ തന്നെയാണ് അല്ലേ. അങ്ങനെ അതെടുത്തു. അതിനിടയിൽ കിച്ചുമോൾക്ക് വിശക്കുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ കിച്ചുമോളും ശ്രീമോളും കൂടെ അമ്പലത്തിൽ ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ. ചോറും സാമ്പാറും അങ്ങനെ ഉപ്പേരി അച്ചാർ അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ചോറുണ്ണാൻ പോയി. ചോറുണ്ട് വന്നപ്പോഴത്തേക്കും ഇങ്ങനെ കിച്ചുമോൾ ഡാൻസിൻ്റെ ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൾ ഡാൻസ് കളിക്കാൻ വേണ്ടി കയറി. അപ്പോൾ ഈ ഒരു ഡാൻസ് ഞാൻ ഇതിൽ ഫുൾ അപ്ലോഡ് ചെയ്താൽ നമുക്ക് എന്തായാലും കോപ്പിറൈറ്റിൻ്റെ പ്രശ്നം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ മ്യൂസിക്കൊക്കെ കണ്ട് കളഞ്ഞത്. ഇതൊരു 9 മിനിറ്റും ഏകദേശം ഒരു 10 മിനിറ്റിൻ്റെ അടുത്ത് തന്നെ ഡാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനൊരു ഷോർട്ടാക്കിയിട്ട് വിട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് കണ്ടു നോക്കണം കേട്ടോ. അല്ലാണ്ട് ഇങ്ങനെ ഷോർട്ടാക്കുമ്പോൾ നമുക്ക് മ്യൂസിക് ആഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ലോങ് വീഡിയോയിൽ നമുക്ക് മ്യൂസിക് ആഡ് ചെയ്താൽ അതിന് കോപ്പിറൈറ്റ് വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ഡിലീറ്റ് ചെയ്തത്, മാറ്റിയത്, പാട്ട് റിമൂവ് ചെയ്തത് കേട്ടോ. പിന്നെ ഇത് കഴിഞ്ഞ് മാമേൻ്റെയൊക്കെ മക്കളും അവരുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ടുള്ളൊരു ഡാൻസ് ആയിരുന്നു കേട്ടോ. ഈ റെഡ് ഷാൾ ഇട്ടത് മാമേൻ്റെ മൂത്തമോള്, പിന്നെ അതിൻ്റെ പുറകിലായിട്ടൊരു ഒരാളും കൂടി ഉണ്ട്, ഒരു വയലറ്റ് ഷാൾ ഇട്ടിട്ട് അത് അങ്ങനെ. അപ്പോൾ അവരുടെ ഡാൻസൊക്കെ ആയിരുന്നു. അപ്പോൾ ഒന്നിനും എനിക്ക് എന്താ പറയുക പാട്ടിടാൻ പറ്റില്ല. പാട്ടിട്ടാൽ ഒന്നും കൂടെ കാണാനൊരു ഭംഗിയുണ്ടായിരുന്നു അല്ലേ. പക്ഷേ എന്താ പറയുക കോപ്പിറൈറ്റ് വരുമല്ലോ. അപ്പോൾ അവരുടെ പ്രോഗ്രാമും കുറച്ച് നേരമൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ ഈ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ സമയം 1:30 ആയിട്ടുണ്ടായിരുന്നു. ഇവരുടെ പരിപാടി ആയിരുന്നു ലാസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇവരുടെ പരിപാടി കഴിഞ്ഞിട്ട് പിന്നെ 2 പരിപാടിയും കൂടെ ഉണ്ടായിരുന്നു, പ്രോഗ്രാമും കൂടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ കളിച്ച എല്ലാ കുട്ടികൾക്കും അവർ മൊമെൻറ്റോ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാ കുട്ടികൾക്കും ഇവിടെ കളിച്ച എല്ലാ കുട്ടികൾക്കും ഇതുപോലെ ഒരു കുഞ്ഞു മൊമെൻറ്റോ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൂടെ വാങ്ങിയിട്ടാണ് പിന്നെ ഞങ്ങൾ പോകുന്നത് തിരിച്ച്. ആദ്യം വിചാരിച്ച് കിച്ചുമോളെ പരിപാടി കഴിഞ്ഞിട്ട് പോവാം, പിന്നെ രാവിലെ എണീറ്റ് വരണ്ടല്ലേ. അപ്പോൾ പിന്നെ അങ്ങനെ ഇരുന്നിരുന്ന് ഏതായാലും 1:30 വരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 1:30 ആയപ്പോൾ പിന്നെ ഞങ്ങൾ ഇവിടെ ഹലോ ഗായ്സ് വീട്ടിൽ വന്നിട്ട് അപ്പോൾ സമയം 1:30 ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സമയം കിടക്കണം. ഒരു 5:30 ആകുമ്പോൾ അലാറം വെച്ചിട്ടുണ്ട്. 6 മണിയാകുമ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്ന് കിടക്കട്ടെ കേട്ടോ. ഓക്കെ, ഗുഡ് നൈറ്റ് അല്ല, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാ കുട്ടികൾക്കും ടാറ്റാ, ബൈ ബൈ, സീ യു, താങ്ക്സ് ഫോർ വാച്ചിങ്.